ഞാനിപ്പോൾ പണിയെടുക്കുന്നിടത്തേ കുട്ടികൾക്ക് ഓരോ ദിവസം ദോശ വേണം, പൊറോട്ട വേണം, ചപ്പാത്തി വേണം. അപ്പം ഇന്നിപ്പോൾ ദോശ ആയിക്കോട്ടെ എന്നാണ് വിചാരിച്ച് കല്ലൊക്കെ തേച്ച് മിനുക്കി ഉഷാറായിട്ട് നല്ല ചൂട് കല്ലുമേൽ കുട്ടികൾക്ക് സംതൃപ്തിയായിട്ട് കുറച്ച് ദോശ തിന്നോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ദോശ ചൂടാൻ തീരുമാനിക്കാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നമ്മളും സപ്പോർട്ട് ചെയ്യണേ, അതിന് മറക്കരുത്. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ജീവിതമല്ലേ, അന്യനാട്ടിൽ നിന്ന് പണിയെടുക്കുമ്പോൾ കുട്ടികൾക്കും വേണ്ടേ തൊള്ളക്ക് രുചിയുള്ള എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. ചില ദിവസം പൊറോട്ട ഇട്ട് കൊടുക്കും, ഇല്ലെങ്കിൽ പൂരി ഇട്ട് കൊടുക്കും, അതും അല്ലെങ്കിൽ ദോശ ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഉപ്മാവ് ഇട്ട് കൊടുക്കും. അങ്ങനെയൊക്കെ ദിവസം മുന്നോട്ട് പോകണം. അപ്പോൾ ഓരോ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇപ്പം നിലവിലുള്ളത് തിരുപ്പൂരാണ്, രാജാസ് ബേക്കറി തിരുപ്പൂർ. അപ്പോൾ ഈ ദോശ കണ്ടിട്ട് ഞങ്ങൾ 7 ദോശ ഇപ്പോൾ കല്ലുമലയായിട്ട് ഇങ്ങനെ ഒരു 10 മടങ്ങ് ഞാൻ ഇട്ടാലേ ഇപ്പോൾ അതൊക്കെ തീരുള്ളൂ. കാരണം ഇവിടെ തിന്നാൻ 10-13 ആൾക്കാരുണ്ട്. ഓരോ കൂമന്മാരും നല്ലോണം പള്ളാർച്ച് തിന്നു. മാത്രമല്ല ഒരു 5-6 തിന്നു. ഇപ്പോഴത്തെ ടീ മാസ്റ്റർ ഉണ്ട്, മുബഷീർ എന്നറിയാം, അരീക്കോട്ടേരനാ. അവൻ പൊലന്തിയിട്ടേ, അവനൊന്നും പിടിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലാണ്. അങ്ങനെയുള്ള കുട്ടികളൊക്കെ തിന്നട്ടെന്ന് വിചാരിച്ച് കണ്ടെന്ന് ഓരോ ഇഷ്ടത്തിനനുസരിച്ച് നല്ല ദോശയും നല്ല ചട്നി ഉണ്ടാക്കി കൊടുത്തു. നല്ല വെങ്കായ ചട്നി അന്ന് ഉണ്ടാക്കി കൊടുത്തിരുന്നു കേട്ടോ. ചട്നി കാണിച്ചു തരാനിപ്പോൾ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ കാണിച്ചിട്ടില്ല. എങ്കിൽ വെങ്കായ ചട്നിയും ദോശയാണ് ഇന്നത്തെ ഫേവറേറ്റ്. കൊടുത്തില്ല.